നമ്മളെല്ലാവരും ട്രേഡേഴ്സാണ്. അതിലുപരി മനുഷ്യന്മാരാണ് അല്ലേ? സോ നിങ്ങൾ മെന്റൽ ഹ്യൂറിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിനോമിനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ഒരുപാട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും അതിനെക്കുറിച്ച് പോകുന്നില്ല. സോ അങ്ങനെ ഒരു ഫിനോമിനയുണ്ട്. അതായത് നമ്മളുടെ മൈൻഡ് ഒരുപാട് കാര്യങ്ങളൊന്നും പ്രോസസ്സ് ചെയ്യാൻ റെഡി ആയിരിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു ഫിനോമിനന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. സൈക്കോളജി ബേസ്ഡ് ആയിട്ട് ഒരുപാട് വലിയൊരു ടോപ്പിക്കാണത്. ഞാൻ അത്ര ഡീപ്പായിട്ടൊന്നും അതിനകത്തേക്ക് പോകുന്നില്ല. സോ ഇതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഒരുപാട് കാര്യങ്ങളൊന്നും പ്രോസസ്സ് ചെയ്യാൻ റെഡി ആയിരിക്കില്ല. നമുക്ക് എന്താണോ ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ തോന്നുന്നത് അതിനകത്തേക്ക് നമ്മൾ ഒന്നുകൂടി അഗ്രസീവ് ആയിട്ട് ആക്ഷൻ എടുക്കുന്നുള്ളതാണ്. സോ ഇപ്പോൾ നിങ്ങൾക്കത് നമ്മുടെ ട്രേഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മൾ എപ്പോഴെങ്കിലും ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ട്രേഡ് നമ്മുടെ പ്രോപ്പർ ഡയറക്ഷനിലാണോ, സ്റ്റോപ്പ് ലോസ് നമ്മളുടെ പെർഫെക്റ്റ് ആയിട്ടാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ റിസ്ക് അല്ലെങ്കിൽ റിവാർഡ് എൻ്റെത് പ്രോപ്പർ ആയിട്ടാണോ ഈ ഒരു ട്രേഡിൽ ഇരിക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ടുണ്ടോ? ഒരിക്കലും നമ്മൾ നോക്കുന്നില്ല അല്ലേ. ഓക്കെ, ഈ ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രൈക്ക് മുകളിലേക്ക് പോവുകയാണ്, ബാങ്ക് നിഫ്റ്റി സിഇ ഓർ പി ഇ മുകളിലേക്ക് പോവുകയാണ് എന്നെനിക്ക് തോന്നി, ഞാൻ ട്രേഡ് എടുത്തു. താഴേക്ക് തോന്നി, ഞാൻ പി ഇ വാങ്ങിച്ചു. HDFC ബാങ്ക് ഇതേ മുകളിലേക്ക് പോവുകയാണെന്ന് എനിക്ക് തോന്നി, ഇന്ന് ന്യൂസ് ഉണ്ട്. ലെറ്റ്സ് അസ്യൂം മേ ബി ഞാൻ ന്യൂസ് പോലും നോക്കുന്നുണ്ടാവില്ല. ചാർട്ട് കാണുമ്പോൾ എനിക്ക് എന്ത് തോന്നുകയാണ്, ഓക്കെ ഇത് ഇങ്ങനെ മുകളിലേക്ക് പോവാണെന്ന് തോന്നി. അതിൻ്റെ ബാക്കിലുള്ള ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ല, കമ്പനിയുടെ പെർഫോമൻസ് നമ്മൾ നോക്കിയിട്ടില്ല ഉണ്ടാവില്ല. നമ്മൾക്ക് തോന്നി നമ്മളത് ചെയ്തു. ഇതിനെയാണ് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ, അതായത് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഈസി ആയിട്ട് കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ഫിനോമിനയാണ് മെൻ്റൽ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എങ്ങോട്ടാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം മെൻ്റൽ ഹ്യൂറിസ്റ്റിക്സ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ 2-3 കാര്യങ്ങൾ വരുന്നുണ്ട്. സോ അതെന്താണെന്നറിയോ, നമ്മൾ ഒരിക്കലും ലോസ് എടുക്കാൻ ഹാപ്പി ആയിട്ടുള്ള ആളുകളല്ല, ലോസ് എടുക്കാൻ വില്ലിങ് ആയിട്ടുള്ള ആളുകളല്ല എന്നുള്ളതാണ്. അതല്ല, എല്ലാവർക്കും ലോസ് എടുക്കുന്നത് ഭയങ്കര പെയിനാണ്. ബട്ട് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര പ്ലഷറും അല്ലേ. പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് പ്ലഷർ ഉണ്ടാവും, ലോസ് എടുക്കാൻ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള പെയിൻ ഉണ്ടാവും. ബട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഇതിലൊന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ലൈക്ക് അടുത്തൊരു ദിവസം ഇങ്ങനെ ഒരു ഫിനോമിന വരുമ്പോൾ നിങ്ങളൊന്ന് കോറിലേറ്റ് ചെയ്തിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആവും. ബട്ട് അറ്റ് ദ സെയിം ടൈം വെരി നെക്സ്റ്റ് ഡേ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ പ്രോഫിറ്റിന്റെ പകുതിയാണ് ലോസ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു പ്ലഷറിനെക്കാട്ടിലും ഭീകരമായിട്ടുള്ള പെയിൻ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഒരിക്കലും അത് ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് അറിയാം. ഒന്ന്, നമ്മുടെ ഈഗോ ഹേർട്ട് ആവുന്നുണ്ട്. നമ്മളുടെ ഈഗോ ഹേർട്ട് ആവുന്നുണ്ട്. 2, ഞാൻ തോറ്റു എന്നുള്ളൊരു ചിന്ത നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇപ്പം പല ആളുകളും എഴുത്തുകാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ നിങ്ങൾ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു വൈൽഡ് ആനിമലിനേക്കാളിലും ഡേഞ്ചർ ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ലേ. ഈഗോ ഒക്കെ ഭയങ്കര ഹേർട്ടായി കഴിഞ്ഞാൽ ആളുകൾ എന്തൊക്കെയാ ചെയ്യുക എന്നുള്ളത് നമ്മൾ എല്ലാ ദിവസവും ന്യൂസുകളിലും കാര്യങ്ങളൊക്കെ കാണുന്നതാണല്ലേ. സോ ഇവിടെ നമ്മുടെ ഈഗോ ഹേർട്ട് ആകുമ്പോൾ നമുക്ക് ലോസ് എടുക്കാനായിട്ട് പല കാര്യങ്ങൾ, ഈ ഈഗോ ഹേർട്ട് ആവുന്നതാവട്ടെ, നമ്മൾ തോറ്റു എന്നുള്ളൊരു കാഴ്ചപ്പാടാവട്ടെ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ തോറ്റുകൊണ്ടേ ഇരിക്കുകയാണല്ലോ എന്നുള്ള ഫ്രസ്ട്രേഷൻ ആവട്ടെ, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾക്ക് എന്ത് വരുന്നത്, ലോസ് എടുക്കാനും മടി ഉണ്ടാവുന്നത്, ലോസിനെ ബുക്ക് ചെയ്യാനായിട്ട് മടി ഉണ്ടാവുന്നത്. ആൻഡ് ഈ ഒരു ഫിനോമിന ഉണ്ടാവുന്നത് കൊണ്ടുകൂടെ തന്നെയാണ് അടുത്തൊരു കാര്യം കൂടി ഉണ്ടാവാൻ പോകുന്നത്. എന്താണ്, 100 രൂപയിലേക്ക് പോയിട്ടുള്ള ഒരു സ്റ്റോക്ക്, അല്ലെങ്കിൽ 100 രൂപയിൽ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഒരു സ്ട്രൈക്ക്, അതൊരു 120ലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ആ ഒരു പോയിന്റിൽ ഹാപ്പി ആയിട്ടിരിക്കും. ബട്ട് അത് ആ ഒരു സമയത്ത് നേരെ താഴത്തേക്ക് വന്നിട്ട് 70ലാണ് വരുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക, ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഫണ്ട് ആഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഉള്ള ഫണ്ട് വെച്ചിട്ട് ഞാൻ പിന്നെയും അതിനെ ആവറേജ് ചെയ്യാണ്. ഞാൻ ആ ലോസിനെ ബുക്ക് ചെയ്ത് മാറാൻ ഞാൻ അവിടെ റെഡിയല്ല. ഞാൻ അവിടെ തോറ്റു എന്ന് സമ്മതിക്കാനായിട്ടും ഞാൻ റെഡിയല്ല. ഞാൻ അവിടെ ആ ഒരു ലോസിനെ വീണ്ടും ഞാൻ എന്ത് ചെയ്യാണ്, ആവറേജ് ചെയ്യാണ്. എഗെയിൻ താഴത്തേക്ക് വന്നാൽ വീണ്ടും ഞാൻ ആവറേജ് ചെയ്യാണ് അല്ലേ. ഇതിന് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത്. നിങ്ങളുടെ ഡെയിലി ലൈഫായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് വായിച്ച് നോക്കി. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ട്രാവൽ ചെയ്യാണ്, ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണം, നിങ്ങൾ ഹോട്ടലിൽ ചെന്നിട്ടൊരു ഭക്ഷണം ഓർഡർ ചെയ്തു, ആവറേജിലും മോശമായിട്ടുള്ളൊരു ഫുഡാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? നിങ്ങളത് ഒഴിവാക്കിയിട്ട് പോകില്ല ഒരിക്കലും അല്ലേ. എന്തായാലും വന്നു ഇരുന്നു, ഇനി കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം, ഇനി മേലാൽ ജന്മത്ത് ഞാൻ ഈ ഹോട്ടലിലേക്ക് കയറില്ല എന്നുള്ളതായിരിക്കും നിങ്ങൾ എടുക്കുന്ന ഉറച്ച തീരുമാനം. ആ തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയും ചെയ്യും. പിന്നെ നിങ്ങൾ എത്ര വിശന്നാൽ പോലും ആ ഹോട്ടലിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കയറില്ല. വേറെ ഏതെങ്കിലും ഒരു ഹോട്ടൽ അത് കഴിഞ്ഞിട്ടോ, അല്ലെങ്കിൽ അതിന് മുമ്പോ ഉള്ള ഹോട്ടലിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ പരിപാടി തീർക്കും അല്ലേ. ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ അത് ഒപ്പിച്ച് പിടിച്ചങ്ങോട്ട് കഴിച്ചിട്ട് ആ പരിപാടി അവിടെ വൈൻഡപ്പ് ചെയ്യും. ബട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോൾ നമ്മൾ അങ്ങനെയാണോ ചെയ്യുന്നത്?
ഈ പറഞ്ഞ ആവറേജിങ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാത്രമല്ലേ നമ്മൾ പോകുന്നത്. കട്ട് ചെയ്തു മാറുന്നു എന്നുള്ള രീതിയിൽ, അതായത് ഇന്നത്തതോടു കൂടി ഈ ഒരു മിസ്റ്റേക്കിനെ ഞാൻ അവസാനിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഓഫ് കോഴ്സ് നമ്മൾ ചിന്തിക്കാറില്ല അല്ലേ? സോ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡർ ആവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, അല്ലെങ്കിൽ എസ്പെഷ്യലി നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ഈ ഒരു മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ നമ്മൾ സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് വേണ്ടത് എന്താണ്? നമ്മളുടെ റിസ്കിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. ഈച്ച് ആൻഡ് എവറി ഡേ നമ്മളൊരു ഒരു ലോജിക്കൽ ലോസിൻ്റെ ഉള്ളിൽ നിൽക്കാനായിട്ട് ശ്രമിക്കണം. സോ നമ്മൾ ഒരുപാട് ആളുകൾ മുമ്പേ ലോസുകൾ ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും, വലിയ ലോസുകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ബട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണ പോലെ ഇതൊക്കെ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ്. മാർക്കറ്റ് ഇതിനെക്കുറിച്ചൊന്നും ബോധേടല്ല, മാർക്കറ്റ് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. മാർക്കറ്റ് ഇൻറ്റൻഷനലി നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് എടുക്കുന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ പോയിന്റുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ആവാൻ പറ്റുന്നുണ്ടോ? മാർക്കറ്റ് ഇന്റൻഷനലി നിങ്ങളുടെ കയ്യിൽ നിന്ന് മാർക്കറ്റ് കാശ് എടുക്കുന്നില്ല. മാർക്കറ്റിന്റെ ഫ്ലോയിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതിനകത്ത് നിങ്ങൾക്കൊരു സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾ അതിനകത്ത് ഒരു പ്രോഫിറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് എടുത്തുകൊണ്ടിരിക്കും. ബട്ട് അത് ഇന്റൻഷനലി മാർക്കറ്റ് എടുക്കുന്നതല്ല, നിങ്ങളുടെ മിസ്റ്റേക്കിന് പകരമായിട്ട് മാർക്കറ്റ് നിങ്ങളെ പണിഷ് ചെയ്യുന്നതാണ്. സോ നമ്മൾ ഈ ഒരു മിസ്റ്റേക്കുകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് മാറ്റാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഈ ലോസുകളെല്ലാം തന്നെ സമയമെടുക്കും. നിങ്ങളിപ്പം ഇൻസ്റ്റാഗ്രാം ആണെന്നുണ്ടെങ്കിലും യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് സെല്ല് ചെയ്യുന്ന ഒരു 10,000 ആളുകളെ കാണാൻ പറ്റും. വന്നോ, എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോ, നാളെ മുതൽ നിങ്ങൾ പ്രോഫിറ്റ് ആണ്. നിങ്ങളുടെ ഇതുവരെയുള്ള ലോസുകൾ എത്ര കോടിയാണോ ഞാൻ റിക്കവർ ചെയ്തെടുത്ത് തരാം. ഇന്ന് അവൻ ഒറ്റയ്ക്കിരുന്ന് അവൻ അങ്ങോട്ട് റിക്കവർ ചെയ്താൽ പോരല്ലേ? ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നീ ഇരുന്ന് കഥ പറയുന്നുണ്ടല്ലോ, നീയും കോഴ്സ് സെല്ല് ചെയ്യാറില്ലേ എന്നുള്ളത്. ഓഫ് കോഴ്സ് ഞാൻ 110% ഗ്യാരണ്ടി ആയിട്ട് പറയാം, ഞാൻ കോഴ്സ് സെല്ല് ചെയ്യാറില്ല. ഒരാളെ പോലും ഞാൻ കോഴ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യാറില്ല. ഒരിക്കൽ പോലും എൻ്റെ ക്ലാസ്സിൻ്റെ ആഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങളെ ഞാൻ പ്രോഫിറ്റബിൾ ട്രേഡർ ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കാറില്ല. എൻ്റെ ക്ലാസ്സിലേക്ക് വന്നിരിക്കുമ്പോൾ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാൻ ഫസ്റ്റ് പറയുന്ന കാര്യം എന്താണെന്നറിയോ? നാളെ മുതൽ നിങ്ങൾ അൺവാണ്ടഡ് ആയിട്ട് ലോസ് ഉണ്ടാക്കൂല എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ അടുത്ത് പറയുന്ന ഡയലോഗ്, ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു മാന്ത്രിക വഴിയല്ല. ഇവിടുന്ന് ബൈ ചെയ്തോ ഇവിടുന്ന് സെല്ല് ചെയ്തോ എന്നുള്ള രീതിയിലല്ല. ഞാൻ അവിടെ പറഞ്ഞു കൊടുക്കുന്നത് ഒരു പോവാനുള്ള ഒരു വഴിയാണ്. ആ വഴിയിൽ ഏറ്റവും ഫസ്റ്റ് ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെ ക്യാപിറ്റലിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് പണിയാണ് എടുക്കേണ്ടത്? നിങ്ങളുടെ ലോസിനെ നിങ്ങൾ മിനിമൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് പണിയാണ് എടുക്കേണ്ടത്? ആൻഡ് ക്ലാസ് ഉണ്ടാവുന്ന 90% ദിവസങ്ങളിലും എൻ്റെ ട്രേഡ് 11 മണിയാകുമ്പോഴേക്ക് അല്ലെങ്കിൽ 10:30 മണിയാകുമ്പോഴേക്ക് എൻ്റെ ട്രേഡ് തീരും. മിക്കവാറും കേസിലൊക്കെ ഞാൻ എന്താ ചെയ്യാമെന്നറിയാം? ഇപ്പം യൂഷ്വലി ഞാനിപ്പോൾ ഒരു 100 പോയിന്റിനൊക്കെ അല്ലെങ്കിൽ 120 പോയിന്റ് 150 പോയിന്റിനൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഇന്റൻഷനലി ഞാൻ എന്ത് ചെയ്യും? ചെറിയ ഒരു 60-70 പോയിന്റ് ഒക്കെ ആകുമ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് ആ ട്രേഡിനെ അവിടെ അവസാനിപ്പിക്കും. എന്നിട്ട് ഇവരോട് ക്ലാസ് എടുത്തും ഇവരോട് കഥ പറഞ്ഞും ആ ഒരു ഹോൾ ഡേ ഞാൻ അവിടെ ഇരിക്കും. എന്നിട്ട് ഈ ഇപ്പം ഇതുവരെയുള്ള എൻ്റെ ബാച്ചിൽ നിങ്ങൾ പിന്നെ നമ്മുടെ ബാച്ചിലുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അവർ പല ആളുകളും ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ആശാൻ്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ആവശ്യമില്ലാത്ത ട്രേഡുകൾ എടുക്കാണ്ടിരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ സമയമാകുമ്പോഴേക്കും ഞാൻ ലോസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. സോ ഞാൻ ഇൻറ്റൻഷനലി ഞാൻ ഈ ഒരു രീതിയിൽ ഞാൻ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സോ നമ്മൾ അടങ്ങിയിരിക്കുക, നമ്മളുടെ ഡിസിപ്ലിൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ലോസ് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. സോ ഇതുവരെ നിങ്ങൾ ലോസ് ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലോസിൻ്റെ പാത്തിൽ നിന്ന് മാറി നടക്കാനായിട്ട്, നമ്മുടെ ലോസിനെ റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ എന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ട്രേഡ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്, ഇതിൻ്റെ വീഡിയോക്ക് മറക്കാതെ ഒരു ലൈക്കും കൂടി ചെയ്തേക്കുക. സോ വീഡിയോയിലേക്ക് പോവാം. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ലോസുകൾ റിക്കവർ ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ലോസിൻ്റെ കനം, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ലോസിൻ്റെ കനം കുറക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫ്രീ ആയി കിടക്കുന്ന അക്കൗണ്ടിലേക്ക്, ബാലൻസ് ഇല്ലാണ്ട് കിടക്കുന്ന അക്കൗണ്ടിലേക്ക് ഈച്ച് ആൻഡ് എവറി ഡേ ബാലൻസിനെ ആഡ് ചെയ്യുക എന്നുള്ളതല്ല. അതല്ല അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കോയിൻ എടുത്തിട്ട് ഞാൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, നമുക്ക് വിജയിക്കാനുള്ള പ്രോബബിലിറ്റി എത്രയുണ്ട്? നിങ്ങൾ ആരും ഒരു ഡൗട്ടും ഇല്ലാണ്ട് പറയുന്ന ഒരു കാര്യമാണ് 50-50 എന്നുള്ളത്, അല്ലേ?
50% ഹെഡ് വരാനും സാധ്യത അവിടെയുണ്ട്, 50% ടെയിൽ വരാനും സാധ്യത അവിടെയുണ്ട്. എല്ലാവരും ആ കാര്യത്തിൽ സെറ്റല്ലേ? എല്ലാവർക്കും ആ കാര്യത്തിൽ എതിരഭിപ്രായം ആർക്കും ഇല്ലല്ലോ. സോ ഇനി ഞാൻ അടുത്തൊരു കാര്യം ചെയ്യട്ടെ. നിങ്ങൾ 5 പ്രാവശ്യം നിങ്ങൾ ടോസ് ചെയ്തു. 5 പ്രാവശ്യം നിങ്ങൾക്ക് എന്ത് വന്നു? ഹെഡ് വന്നു. 6ാമത്തെ പ്രാവശ്യം ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ 50% എന്ന് പറഞ്ഞു വെച്ച അതേ ലോജിക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6ാമത്തെ പ്രാവശ്യം നിങ്ങൾക്ക് ടെയിൽ വരണം. ബട്ട് 6ാമത്തെ പ്രാവശ്യവും നിങ്ങൾക്കുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അഗെയിൻ 50-50 അല്ലേ? ആ ടോസും 50% ഹെഡ് വരാനും അവിടെ സാധ്യതയുണ്ട്, 50% ലോസ് വരാനും അവിടെ സാധ്യതയുണ്ട്. സെറ്റല്ലേ? ഞാൻ പറഞ്ഞതുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ പറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. നിങ്ങൾ ഇതുവരെ വലിയൊരു ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ലോസിനെ റിക്കവർ ചെയ്യാനായിട്ട് നിങ്ങൾ വേറെ കാശ് കൊണ്ടുവന്ന് നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് പോവാനുള്ള സാധ്യത എത്രയാ? റിസ്കുകൾ എടുക്കുന്നത് അതിനർത്ഥം ഞാൻ ട്രേഡ് ചെയ്യാണ്ടിരിക്കണം എന്നാണ് പറഞ്ഞു വരുന്നതാണോ? അല്ല. നിങ്ങൾ ട്രേഡുകൾ ലോസ് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മാറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പേടി മാറ്റണം എന്നുണ്ടെങ്കിൽ, പിന്നെ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് ഒന്നുകൂടി സ്ട്രോങ് ആവണമെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്തേ മതിയാവുള്ളൂ. യു ഹാവ് ടു പഞ്ച് യുവർ ട്രേഡ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്താവുള്ളൂ? നിങ്ങളുടെ സൈക്കോളജി ബിൽഡപ്പ് ആവുള്ളൂ, മാർക്കറ്റുമായിട്ട് നിങ്ങൾക്ക് സിങ്ക് ആവുള്ളൂ. ഇതൊക്കെ ഈ എൻട്രി ഫിയറും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് എടുത്തേ മതിയാവുള്ളൂ. ബട്ട് ഇനി അക്കൗണ്ടിലേക്ക് ഫണ്ട് ആഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്ത് മിസ്റ്റേക്കാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണ്? അതിനാദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുക. സോ അതിനെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? നാളെ നിങ്ങൾക്ക് സമയമുണ്ട്, മറ്റന്നാൾ നിങ്ങൾക്ക് സമയമുണ്ട്, ഒരാഴ്ച നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ചുമ്മാ പോയിട്ട് പിന്നെ നിങ്ങളുടെ ബ്രോക്കറുടെ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് നിങ്ങൾക്ക് ലെഡ്ജർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ട്രേഡ് ബുക്കിനെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക, ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ പിന്നെ ഓരോ ദിവസവും ചാർട്ടിൽ പോയിട്ട് ഏതൊരു പോയിന്റിലാണ് എൻ്റെ എൻട്രി വന്നിട്ടുള്ളത്. നിങ്ങൾ ഇതുവരെ ലെഡ്ജർ കീപ്പ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നോക്കുക. ഇനി എല്ലാ ലെഡ്ജർ കീപ്പ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെഡ്ജറിൽ പുറകോട്ട് പോയി നോക്കാം. ഏതൊരു പോയിന്റിലാണ് എൻ്റെ എൻട്രി വന്നിട്ടുള്ളത്, എന്തായിരുന്നു ആ എൻട്രിക്കുള്ള ലോജിക്ക്, അന്നത്തെ ഒരു ദിവസം ആ ട്രേഡ് എടുക്കുന്ന സമയത്ത് ഞാൻ കണ്ട ലോജിക്ക് ഇന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ, അന്ന് എനിക്ക് കണ്ടിട്ടുള്ള അതേ ഒരു സെറ്റപ്പിൽ ഇന്ന് ആ ട്രേഡ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ക്ലീൻ ആയിട്ടൊന്ന് നോക്കുക. ആൻഡ് ഇനി നിങ്ങൾ ലെഡ്ജർ ഇതുവരെ കീപ്പ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളുടെ ട്രേഡിംഗ് ലെഡ്ജറിനെ നിർബന്ധമായിട്ടും കീപ്പ് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴേ നമ്മൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ മിസ്റ്റേക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് നിന്നിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മൾ പ്രീവിയസ്ലി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ലോസുകളുടെ എമൗണ്ടുകൾ കുറക്കാനായിട്ട് പറ്റുള്ളൂ, നമുക്ക് റിക്കവർ ചെയ്ത് വരാൻ പറ്റുള്ളൂ. അതല്ലാതെ നിങ്ങളുടെ കയ്യിൽ എത്ര ക്യാപിറ്റൽ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ആഡ് ഓൺ ചെയ്യാനായിട്ട് എത്ര ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവട്ടെ, നിങ്ങൾ മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യില്ല. മാർക്കറ്റിൻ്റെ കോമൺ ബിഹേവിയർ അങ്ങനെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള ആ ഒരു സൈക്കോളജിക്കൽ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് കൂടി കണക്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നിങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ തെറ്റുകളെ. അത് ഞാനടക്കമുള്ള മനുഷ്യന്മാരുടെ പ്രശ്നം തന്നെയാണ്. ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ബുക്കുകൾ വായിച്ചിട്ടും ഇതുപോലെ തന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടും നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ തുടങ്ങും. ആ ഒരു പോയിന്റ് മുതലേ നമുക്ക് മാറാൻ പറ്റുള്ളൂ. ആ ഒരു പോയിന്റ് മുതലേ നമ്മൾ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് മാറി തുടങ്ങുള്ളൂ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, ഞാൻ കടന്നു വന്ന വഴികളിൽ നിന്നാണ് പറയുന്നത്. നമുക്ക് ആർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സോ ഇനി നമുക്ക് ഏറ്റവും കോറായിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോവാം. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ലോസുകളെ കുറക്കാൻ പറ്റുക എന്നുള്ളത്. ലോസുകളെ കുറക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് എന്താണെന്നറിയോ? നിങ്ങളൊരു ലോജിക്കൽ ട്രേഡർ ആവണം എന്നുള്ളതാണ്. എന്താണ് ഈ ലോജിക്കൽ ട്രേഡർ എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഒരു സെറ്റപ്പ്, XYZ എന്തെങ്കിലും ഒരു സെറ്റപ്പ്. മേ ബി അത് എന്തായിരിക്കാം? സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിരിക്കാം, ഓർ എൽസ് മേ ബി അത് ഇൻഡിക്കേറ്റഡ് ബേസ്ഡ് ഓൺ സംതിങ് സ്ട്രാറ്റജീസ് ആയിരിക്കാം, ഓർ എൽസ് അനാലിസിസ് വെച്ചിട്ടുള്ള എന്തെങ്കിലും സ്ട്രാറ്റജീസ് ആയിരിക്കാം. എന്തെങ്കിലും കുന്താവട്ടെ, എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടായിരിക്കണം. എഗെയിൻ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക, എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടായിരിക്കണം. ഒരെണ്ണം മാത്രം മതി. നിങ്ങളുടെ ലോസ് റിക്കവർ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ സെറ്റപ്പ് മാത്രം മതി. 1000 സെറ്റപ്പ് വേണ്ട. എപ്പോഴും കഴിഞ്ഞിടക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബ്രൂസ്ലിയുടെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട് അല്ലേ, ഒരു 10,000 സ്റ്റെപ്പുകൾ അറിയുന്നവൻ എനിക്ക് പേടിയില്ല, ബട്ട് ഒരൊറ്റ സ്റ്റെപ്പ് 10,000 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തവൻ എനിക്ക് പേടിയാണെന്നുള്ളത് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുക? ഒന്നാമത്തെ കാര്യം, നമ്മൾ മാറണം എന്നുള്ള ചിന്ത, നമ്മളുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കിയിട്ട് മാറണം എന്നുള്ള ചിന്ത ഉണ്ടാവുക. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരൊറ്റ സെറ്റപ്പ് മാത്രം ഉണ്ടാവുക. ആ ഒരൊറ്റ സെറ്റപ്പിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്തുണ്ടാവുക? നമ്മൾ ട്രേഡ് എടുക്കാനായിട്ടുള്ളൊരു സ്പെസിഫിക് ടൈം ഉണ്ടാവുക. എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മാർക്കറ്റിൽ ഏറ്റവും സിമ്പിളായിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, മാർക്കറ്റ് ഓപ്പൺ ബൈ എനി റീസൺ അല്ലേ.
മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് എന്ത് റീസൺസ് വെച്ചിട്ട് മാർക്കറ്റ് ഓപ്പൺ ആവും. ഇന്നത്തെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ അത്രയും സ്ട്രോങ് ആയിട്ട് നിന്നിരുന്ന ബാങ്ക് നിഫ്റ്റി ഇന്ന് 400 പോയിന്റ് ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ആയത്. ഇന്നലെയാണെന്നുണ്ടെങ്കിൽ അതിലേറെ വലിയൊരു ഗ്യാപ്പ് അപ്പിൽ 800 പോയിന്റ്സോളം ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. സോ മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. മേ ബി മാർക്കറ്റിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ എന്തെങ്കിലും സിനാരിയോസ് ചേഞ്ച് ആയിട്ടുണ്ടാവും. സോ അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. ബട്ട് മാർക്കറ്റ് ക്ലോസ് ആവാനായിട്ട് ഒരൊറ്റ കാരണമേ ഉള്ളൂ. അതെന്താണ്? മാർക്കറ്റ് ക്ലോസ് ബൈ പ്രൊഫഷണൽസ് എന്നാണ്. സ്ട്രോങ് ട്രേഡേഴ്സ് എന്താണോ ഉദ്ദേശിക്കുന്നത്, ഏത് പ്രൈസ് റേഞ്ച് ആണോ ഉദ്ദേശിക്കുന്നത്, അവിടെയാണ് അവർ മാർക്കറ്റിനെ അവർ കൊണ്ടുപോയി ക്ലോസ് ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞു വന്ന കാര്യം, മാർക്കറ്റിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം, മോർണിംഗ് അവേഴ്സിൽ നമുക്കൊരു മൊമെൻറ്റം കാണാൻ പറ്റും. മാർക്കറ്റിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് വഴി അല്ലെങ്കിൽ ലോസ് ലിമിറ്റ് ചെയ്യുന്നത് വഴി മാർക്കറ്റ് എന്താവാറുണ്ട്, ഒരു അത്യാവശ്യം നല്ലൊരു വോളറ്റിലിറ്റി കാണിക്കാറുണ്ട്. സോ നിങ്ങളൊരു ബിഗിനർ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈം ഫ്രെയിമിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മോർണിംഗ് അവേഴ്സാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ വോളറ്റൈലിറ്റി ഇല്ലാത്ത ആ സൈഡ് വേസ് മാനറിൽ കിടക്കുന്ന ഒരു ടൈമാണ് വരാറുള്ളത്. ആൻഡ് അത് ഇപ്പം കുറച്ച് ദിവസങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് അവേഴ്സിൽ മാത്രമേ മൊമെൻ്റ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഡെഡ് ആണ്. ബട്ട് യൂഷ്വലി മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അങ്ങനെയല്ല. ആൻഡ് അത് കഴിഞ്ഞിട്ട് 2-2:30 ശേഷം അല്ലെങ്കിൽ ഒരു 1-1:30 ആകുന്ന സമയത്ത് ഒരു മൊമെൻറ്റം, പുതിയതായിട്ടൊരു മൊമെൻറ്റം ഉണ്ടാവാറുണ്ട്. സോ രാവിലെ ഒരു 9:30 മുതൽ ഒരു 10:30, 10:45, 11 മണി വരെ. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒരു 1:30 മുതൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് വരെ. സോ ഈ ഒരു ടൈമിൽ ഒരു മൊമെൻറ്റം ഉണ്ടാവാറുണ്ട്. ഈ ഒരു ടൈം ഫ്രെയിമിൽ ഏത് വേണമെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പിന് ഏത് വേണമെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യാം. 15:45 EMIയുടെ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബ്ലാസ്റ്റ് ആയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. ഇനി അതിനകത്ത് ആരെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നേരത്തെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞതുപോലെയല്ല, നിങ്ങൾ ഇവിടെ വന്നിട്ട് എൻ്റെ കൂടെ ഇരുന്നിട്ട് ഇവിടെ വന്നിരിക്കുക. നമ്മളിപ്പോൾ എന്തായാലും ഒരു ട്രേഡിംഗ് കഫേ അടുത്ത ദിവസങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ആൻഡ് ട്രേഡിംഗ് കഫേ എന്ന് പറയുമ്പോൾ വേറെ രീതിയിലൊന്നും ആലോചിക്കേണ്ട. നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് എന്താണ് അതിൻ്റെ ലോജിക്ക്, കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു രീതിയിലുള്ളൊരു സെറ്റപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് അതിനും ഈ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഫീസോ കാര്യങ്ങളോ ഒന്നും ചാർജ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടു, അനാലിസിസ് കിട്ടാൻ എത്ര ഫീസ്, കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യാൻ എത്ര ഫീസ്, മണിക്കൂറിന് എത്ര ഫീസ്, ഈ വക അഭ്യാസങ്ങളൊന്നുമില്ല. നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഞാൻ ട്രേഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് ട്രേഡ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ട്രേഡ് എടുത്ത് കാണിച്ചു തരാം. ആൻഡ് അതും ഞാൻ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുള്ള ഏത് സ്ട്രാറ്റജിയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുക. ആ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് ഞാൻ ട്രേഡ് എടുത്ത് കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്? ഞാൻ നിങ്ങൾക്ക് തരുന്ന ഈച്ച് ആൻഡ് എവറി സ്ട്രാറ്റജീസ് ഞാൻ ട്രേഡ് ചെയ്ത്, റിയൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി പറഞ്ഞു തരണേ. ചുമ്മാ അങ്ങോട്ട് വായി തോന്നിയത് കൊതക് പാട്ട് എന്നുള്ള രീതിയിൽ പറയണതല്ല. സോ പറഞ്ഞു വന്നത്, ഈ പറഞ്ഞ സ്ട്രാറ്റജിയിൽ നിന്നൊക്കെ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, പ്രോഫിറ്റ് ഉണ്ടാക്കി കാണിച്ചു തരാൻ പറ്റും എന്ന് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നത് എവിടെ ഇരുന്നിട്ട് ചെയ്യാനാണ് പറയണത്. ഞാൻ ഓൺലൈനിൽ ഇരുന്നിട്ട് അത് അങ്ങനെ ഇങ്ങനെ എന്ന് പറയല്ല. നിങ്ങൾ ഇവിടെ വന്നിരിക്കും. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മാർക്കറ്റിൽ നിന്ന് ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള സംശയമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും യു ആർ ഹാപ്പി ടു വെൽക്കം നമ്മുടെ ട്രേഡിംഗ് കഫേയിലേക്ക്. ഇവിടെ വന്നിരിക്കാം. ഇത് ട്രേഡിംഗ് കഫേയുടെ പ്രൊമോഷൻ ഒന്നുമല്ല, എന്നാ ഓപ്പൺ ആവുക കാര്യങ്ങളൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ, ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടാവും. സോ നിങ്ങൾ ഇവിടെ വന്നിരിക്കും, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ട്രേഡ് ചെയ്തിട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ട് എങ്ങനെയാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്കിപ്പം 1, 2, 10, 15 ദിവസം നിങ്ങൾ വന്നിരിക്കും. 15 ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നല്ല ഞാൻ പറയണത്. 15 ദിവസം ട്രേഡ് എടുത്താൽ 10 ദിവസം അറ്റ് എനി പോയിന്റ് ഗ്യാരണ്ടി ആയിട്ട് ഞാൻ പറയാണ്, വെല്ലുവിളിച്ച് ഞാൻ പറയാണ്, 10 ദിവസം ഞാൻ അതിലൊന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടേ പോകുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ പറഞ്ഞു വന്ന കേസ്, നിങ്ങൾക്ക് ഒരൊറ്റ സെറ്റപ്പ് മതി. ഞാനിപ്പം ഒരുപാട് സ്ട്രാറ്റജീസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സെറ്റപ്പിനെ നിങ്ങൾ എടുക്കുക. ഒരു ടൈം ഫ്രെയിമിനെ നിങ്ങൾ ചൂസ് ചെയ്യുക. ആൻഡ് അതിനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 100 ഡേയ്സ്, അതിനകത്ത് യാതൊരു മാറ്റവും നിങ്ങൾ വിചാരിക്കേണ്ട. 100 ഡേയ്സ് നിങ്ങളതിനെ കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ് ചെയ്യുക. 100 ഡേയ്സ് ട്രേഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു സ്ട്രാറ്റജി, ആ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് വർക്ക് ആവുമോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ആ ഒരു സ്ട്രാറ്റജിയിൽ എങ്ങനെയൊക്കെയാണ് ആ ഒരു സ്ട്രാറ്റജിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 100 ദിവസം ഏറ്റവും മിനിമം നിങ്ങളത് ട്രേഡ് ചെയ്തേ മതിയാവുള്ളൂ. വ്യക്തമായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആൻഡ് ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് വരാൻ പോകുന്നത്. എങ്ങനെയാണ് ഞാൻ എൻ്റെ ലോസുകളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. എങ്ങനെയാണ് എൻ്റെ ലോസുകളെ കൺട്രോൾ ചെയ്യുക എന്ന് ചോദിക്കുമ്പം എനിക്ക് നിങ്ങളത് ചോദിക്കാനുള്ളതാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ലോസുകൾ കൂടുന്നത്? ഒന്നാമത്തെ കേസ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഇല്ലാത്തതാണ്. രണ്ടാമത്തെ കേസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു സെറ്റപ്പ് ഇല്ലായിട്ടാണ്. മൂന്നാമത്തെ കേസ് നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഇല്ലായിട്ടാണ്. നാലാമത്തെ കേസ് നിങ്ങൾ സ്റ്റോപ്പ് ലോസിനെ ഫിക്സ് ചെയ്യാത്തത് കൊണ്ടാണ്. അഞ്ചാമത്തെ കേസ് എന്താ? നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു ക്വാണ്ടിറ്റി സൈസിങ് ഇല്ലാത്തത് കൊണ്ടാണ്, പൊസിഷൻ സൈസിങ് ഇല്ലാത്തത് കൊണ്ടാണ്. ആറാമത്തെ കേസ് എന്താ? റിസ്ക് മാനേജ്മെൻറ്റ് നിങ്ങളത് പ്രോപ്പർ ആവാത്തത് കൊണ്ടാണ്. ഈ ഒരൊറ്റ കാര്യങ്ങൾ, ഈ 6 കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? നിങ്ങളുടെ ലോസ് കൂടുന്നത്. സോ എങ്ങനെ എനിക്കിത് ചെയ്യാൻ പറ്റും?
ഫസ്റ്റ് തിങ്, ക്വാണ്ടിറ്റിനെ നിങ്ങൾ ലിമിറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാണോ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവിടുന്ന് താഴത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുക. കാരണം നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട്, അല്ലേ? നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക ആദ്യം. നിങ്ങൾ നിങ്ങളുടെ ഈഗോനെ ഒന്ന് തല്ലിപ്പൊട്ടിച്ച് കളയുക. ഈ ഈഗോയും കൊണ്ട് നടന്നിട്ട് എന്താ നിങ്ങൾ ഉണ്ടാക്കാൻ ജീവിതത്തിൽ എന്താ ഗെയിൻ ചെയ്യാൻ പോണേ? ആ ഈഗോനൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലില്ലേ? നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങളുടെ മുമ്പിലില്ലേ? നിങ്ങൾ ഇപ്പം എന്ത് എന്ത് ബേസിലാണ് നിങ്ങളിപ്പം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത്? നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ദിവസം 500 രൂപ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു മാന്യന്മാരും അത്രയും സാധുക്കളായിട്ടുള്ള ഒരാളും എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്നില്ല. 110% ഞാൻ ഷുവറാണ്. ദിവസം എനിക്ക് 500 രൂപ മതി എന്ന് ചിന്തിക്കുന്ന ഒരാൾ പോലും ഈ ക്ലാസ് കേൾക്കുന്നുണ്ടാവില്ല. തുടക്കത്തിൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എന്ത്? എനിക്ക് ദിവസം 500 കിട്ടിയാൽ മതി, 1000 കിട്ടിയാൽ മതി. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്തായിരിക്കും? ഞാൻ ഉണ്ടാക്കിയ ലോസുകൾ റിക്കവർ ചെയ്താൽ മതി. ആ ലോസ് പകുതി റിക്കവർ ആകുമ്പോഴേക്കും നിങ്ങൾ അടുത്ത സ്വപ്നങ്ങൾ നിങ്ങൾ കാണാൻ തുടങ്ങും. അത് 500 അല്ല, 5000 അല്ല, അതിലും വലിയ പ്രോഫിറ്റുകളാണ്. സോ നിങ്ങളുടെ ഈഗോ എന്ന് പറഞ്ഞ സാധനത്തിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക, മിസ്റ്റേക്കുകൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ എത്താൻ പറ്റും. സോ ആദ്യം അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണ്? നിങ്ങൾക്ക് പറയാവുന്ന കാര്യമാണ്, നിങ്ങളെ കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, രണ്ടാമത്തെ ദിവസം ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, മൂന്നാമത്തെ ദിവസം ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ഞാൻ ഇതിനെ കംപ്ലീറ്റ് കൊണ്ടുപോയി കളയുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ പരിപാടി അറിയില്ല. ആർട്ട് ഓഫ് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞ പരിപാടി നിങ്ങൾക്ക് അറിയില്ല. ചുമ്മാ കൂട്ടത്തിൽ പ്രൊമോഷനും കൂടി ആവട്ടെ. മനസ്സിലാവുന്നുണ്ടോ? സോ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ക്വാണ്ടിറ്റിനെ കുറക്കുക. ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിലേക്ക് എത്തുക. അവിടെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഒന്നുകൂടി കൂടുതൽ കിട്ടുന്നതാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ലോസ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. വലിയ ലോസുകൾ വരില്ല. സോ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഓക്കെ ഞാൻ ഒരു ഒറ്റ ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് എടുക്കുന്നത്, ഇനി ഞാൻ എങ്ങനെയാണ് ക്വാണ്ടിറ്റിനെ കുറച്ചാണ്ട് എങ്ങനെയാണ് എനിക്ക് എൻ്റെ ലോസ് കുറക്കാൻ പറ്റുക? അവിടെയാണ് നമ്മൾ രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുന്നത്. ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു ഫിക്സ് ആയിട്ടുള്ള എമൗണ്ടിനെ എസ്എല്ലിനെ സെറ്റ് ചെയ്യുക. ഫസ്റ്റ് തിങ്, വൺസ് മാർക്കറ്റിന് ഒരു ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ആ ലോസിനെ റിക്കവർ ചെയ്യാനായിട്ട് ട്രേഡ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ലോട്ടാ പൊന്നു മക്കളെ. കിട്ടൂല നിങ്ങൾക്കത്. മാർക്കറ്റ് നിങ്ങൾക്ക് തരൂല. നിങ്ങൾ കാശ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, മാർക്കറ്റിൽ നേരം വെളുത്ത് നിങ്ങൾ എയിം ചെയ്യുന്നത് കാശാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് പ്രോഫിറ്റ് തരില്ല. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മനസ്സിൽ ചോദിക്കുന്നുണ്ടാവും, പിന്നെ ഇയാൾ പുളിങ്കുരു ഇട്ടാരാണല്ലോ ട്രേഡ് ചെയ്യണമെന്നുള്ളത്. നിങ്ങൾ എത്ര പേര് ചിന്തിച്ചു, അല്ലേ? ഞാൻ പുളിങ്കുരു ഇട്ടാരല്ല ട്രേഡ് ചെയ്യണം, ഞാനും കാശ് ഉണ്ടാക്കാനാണ് ട്രേഡ് ചെയ്യണം. ബട്ട് നിങ്ങളൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രേഡർ നിങ്ങൾക്ക് പരിചയത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാളോട് ചോദിച്ചു നോക്കുക, എന്താണ് ട്രേഡിംഗ് റിസ്കിന്റെ മുമ്പിലേക്ക് വന്നിരിക്കുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളത്. ഇപ്പം എനിക്ക് എൻ്റെ ദൈവത്തിനെ സാക്ഷി നിർത്തി എനിക്ക് പറയാൻ പറ്റും, എന്നെ സംബന്ധിച്ച് എൻ്റെ സെറ്റപ്പിലേക്ക് വന്നാൽ മാത്രം ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രയോറിറ്റി. പ്രോഫിറ്റ് എന്നുള്ള ഭാഗത്തേക്ക് ഞാൻ നോക്കാറില്ല. ടു ബി ഫ്രാങ്ക്, ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, പ്രോഫിറ്റ് എന്നുള്ള ഭാഗത്തേക്ക് ഞാൻ നോക്കാറേ ഇല്ല. ഇന്നത്തെ ട്രെൻഡാണെന്നുണ്ടെങ്കിലും ഇന്നലത്തെ ട്രെൻഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാമിൽ സ്ക്രീൻഷോട്ട് അയക്കാറുണ്ട്. സോ നിങ്ങൾ നോക്കിയാൽ മതി. ഇന്നലെ 130 140 പോയിന്റ്സ് ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഞാൻ ഇന്ന് 80 പോയിന്റ്സ് ആകുമ്പോഴേക്ക് കളം നിർത്തി വിട്ടു. കാരണം എന്താ? മാർക്കറ്റ് ഇന്ന് അങ്ങനെയാണ്. മാർക്കറ്റിനെ മനസ്സിലാക്കുക. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണ്? എൻ്റെ ലോസ് എത്രയാണ്, മാർക്കറ്റിന് എൻ്റെ ലോസ് ഞാൻ എത്ര കൊടുക്കും എന്നുള്ളത് മാത്രമാണ് ഞാൻ അതിനകത്ത് കെയറായിട്ടുള്ള കാര്യം. മാർക്കറ്റ് ലോസ് തരട്ടെ, മാർക്കറ്റ് എസ് എൽ അടിക്കട്ടെ. എസ് എൽ അടിക്കാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയെ നിങ്ങൾക്കുള്ളൂ, നിങ്ങൾ കരയിൽ കയറിയിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് എൽ അടിക്കൂല. കളിക്കാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കാലിൽ ബോൾ തട്ടും, ഉറപ്പല്ലേ? ചിലപ്പോൾ വീണൊന്നും വരും, മുട്ടിൽ ചോരയും വരും, ഉറപ്പല്ലേ? സെറ്റല്ലേ? സോ എസ് എൽ അടിക്കുന്നത് പേടിയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് മറന്നേക്കുക. സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾക്കുള്ളതല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10 പ്രാവശ്യം കോയിൻ ഫ്ലിപ്പ് ചെയ്താൽ 50% ആണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും 6ാമത്തെ പ്രാവശ്യം കോയിൻ ഫ്ലിപ്പ് ചെയ്യുമ്പോഴും അവിടെയും 50% തന്നെയാണ് ചാൻസ് ഉള്ളത്. അതാണ് സ്റ്റോക്ക് മാർക്കറ്റ്. സോ എസ് എൽ നിങ്ങൾക്ക് എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് കിട്ടും. നല്ല കലക്കനായിട്ട് മാർക്കറ്റ് പണി തരും. ബട്ട് എത്ര എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ആരാ? അതിനുള്ള കഴിവ് ആരുടെ കയ്യിലാണത്? നിങ്ങളുടെ സമ്മതമില്ലാണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് 1 റുപ്പി മാർക്കറ്റ് എടുക്കൂലല്ലേ? നിങ്ങൾ 30 രൂപ എസ് എൽ വെച്ച് കഴിഞ്ഞാൽ മേ ബി 30 രൂപ 50 പൈസ ആയിരിക്കാം, മേ ബി ചിലപ്പോൾ അതിന് തൊട്ട് മുമ്പും വന്നിട്ട് പോയേക്കാം. അതല്ലാത്തൊരു വലിയൊരു ലോസിനെ മാർക്കറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന്, നിങ്ങളുടെ പെർമിഷൻ അല്ലാണ്ട് വലിയ ലോസ് മാർക്കറ്റ് നിങ്ങൾക്ക് തരുമോ? ഒരിക്കലും തരാൻ പോകുന്നില്ല. സോ നിങ്ങൾ നിങ്ങളുടെ ലോസിനെ ഫിക്സ് ചെയ്യുക. ഒരു ദിവസം എനിക്ക് ഇത്ര ലോസ് മതി, ഞാൻ ഇത്രയേ എടുക്കുകയുള്ളൂ എന്നങ്ങോട്ട് ഫിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത്ര ക്വാണ്ടിറ്റിയിൽ മാത്രമേ ട്രേഡ് എടുക്കുകയുള്ളൂ എന്നങ്ങോട്ട് ഫിക്സ് ചെയ്യുക.
ഇതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങോട്ടാ? നിങ്ങളുടെ ലോസിനെ കുറക്കാനുള്ള ഒരേ ഒരു പോംവഴി എന്നുള്ള നിലയിലാണ്. ആൻഡ് അതിനുശേഷം എന്ത് ഫിക്സ് ചെയ്യാം? ഒരിക്കലും ഞാൻ എൻ്റെ ട്രേഡിനെ ആവറേജ് ചെയ്യില്ല എന്നുള്ളത് ഫിക്സ് ചെയ്യാം. എനിക്ക് ആവറേജ് ചെയ്തിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് വേണ്ട. മേ ബി ഞാൻ ഒരു ദിവസം പ്രോഫിറ്റ് ഉണ്ടാക്കിയേക്കാം. മേ ബി ഞാൻ രണ്ടാമത്തെ ദിവസം പ്രോഫിറ്റ് ഉണ്ടാക്കിയേക്കാം. മേ ബി 5ഉം 6ഉം ദിവസം ഞാൻ ആവറേജ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയേക്കാം. ബട്ട് ഒരിക്കലും ഞാൻ എന്താവില്ല, ലോങ് റണ്ണിൽ ആവറേജ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കില്ല. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? 100 രൂപയിൽ എടുത്ത സ്റ്റോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ 100 രൂപയിലേക്ക് 100 രൂപയിൽ നിന്ന് നിങ്ങൾ എടുത്തൊരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു സിഇ ഓർ പിഇ, ആ സിഇ ഓർ പിഇ പോയിട്ട് 120 130 ഒക്കെ എത്തുമ്പോൾ നിങ്ങൾ അവിടെ ക്വാണ്ടിറ്റിന് ആഡ് ചെയ്യാറുണ്ടോ? ഇല്ല. നിങ്ങൾ താഴത്തേക്ക് വരുമ്പോൾ മാത്രമേ ക്വാണ്ടിറ്റിന് ആഡ് ചെയ്യുള്ളൂ. എന്തുകൊണ്ടാണ്? നിങ്ങൾ നിങ്ങളുടെ തോൽവി സമ്മതിക്കാൻ റെഡി അല്ലാത്തത് കൊണ്ടാണ്. മുകളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കുക? ഓക്കെ, ഇത് ഇത്ര പോയി, ഇനി എങ്ങോട്ടാ ക്വാണ്ടിറ്റി ആഡ് ചെയ്യണത്? ആൻഡ് 130 പോയിട്ട് അത് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അത് അനങ്ങുമ്പോഴേക്ക് നിങ്ങൾ ആ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യും. അവിടെ ഉള്ളത് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ മാറും. കാരണം നിങ്ങൾ അപ്പോൾ ചിന്തിക്കുന്നത് ഇനി ഇത് താഴത്തേക്ക് വന്നാൽ ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക എന്നുള്ളതാണ്. സോ ലോസ് നിങ്ങൾക്ക് എപ്പോഴും പേടിയാണ്, പെയിൻ ആണത്. ലോസ് എന്ന് പറയുന്നത് പെയിൻ ആണ്. പെയിൻ എടുക്കാൻ നിങ്ങൾക്ക് മടിയാണ്, അല്ലേ? സോ അതുകൊണ്ട് എന്ത് ചെയ്യുക? ഡെയിലി ഞാൻ ഇത്രയേ എടുക്കുകയുള്ളൂ എന്നുള്ളത് ഫിക്സ് ചെയ്യുക. ഡെയിലി ഞാൻ ഇത്ര ക്വാണ്ടിറ്റിയിലേ ട്രേഡ് ചെയ്യുള്ളൂ എന്നുള്ളത് ഫിക്സ് ചെയ്യുക. ഡെയിലി ഞാൻ ഈ ഒരു ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യുള്ളൂ എന്നുള്ളത് ഫിക്സ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇൻസ്ട്രുമെന്റിനെ ചാടി കളിക്കുന്ന പരിപാടി അവസാനിപ്പിക്കുക. എല്ലാ ദിവസവും നിങ്ങൾക്ക് എക്സ്പയറി ഉണ്ട്. മൺഡേ ആണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിലേക്ക് പോയി, അടുത്ത ചൊവ്വാഴ്ചയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഫിൻ നിഫ്റ്റിയിലേക്ക് വന്നു, ബുധനാഴ്ച ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു, നിഫ്റ്റിയിലേക്ക് വന്നു, അതിനകത്ത് സെൻസെക്സിലേക്ക് വന്നു. സി, ഇത്രയും കാലത്തിനിടയ്ക്ക് സെൻസെക്സിന്റെ എക്സ്പയറി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ നെഞ്ചിൽ കൈവച്ച് ഞാൻ പറയുകയാണ്, ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഞാൻ സെൻസെക്സിൽ ട്രേഡ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഈ പരിപാടി അറിയായിട്ടാണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ഈ പരിപാടി ശരിക്കും അറിയാവുന്നത് കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. ആൻഡ് എൻ്റെ ട്രേഡ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1000 ട്രേഡിൽ 20 എണ്ണം പോലും നിഫ്റ്റിയിൽ ഉണ്ടാവില്ല. ഒക്കെ ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമാണ്. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ഒരു ഇൻസ്ട്രുമെന്റിനെ ഫിക്സ് ചെയ്യുക. ഒരൊറ്റ ഇൻസ്ട്രുമെന്റിൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കുള്ളൂ. നിങ്ങൾക്ക് പ്രോഫിറ്റ് അല്ലേ വേണ്ടത്? നിങ്ങൾക്ക് പ്രോഫിറ്റ് അല്ലേ വേണ്ടത്? പിന്നെ നിങ്ങൾക്ക് എന്തിനാ ഈ 10,000 ഇൻസ്ട്രുമെന്റ്? സി, എക്സ്പയറി ഡേ എന്ന് പറയുന്നത് ഓപ്ഷൻ സെല്ലറുടെ ഗോതയാണ്. അവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു റോളും ഇല്ല. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ ബ്രൂട്ടൽ ആയിട്ട് ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണോ എക്സ്പയറി ഇൻസ്ട്രുമെന്റ്, അവിടെ പ്രത്യേകിച്ച് മൊമെന്റം ഒന്നും ഉണ്ടാവില്ല. സോ ഓപ്ഷൻ സെല്ലറുടെ ഗോതയായിട്ടുള്ള എക്സ്പയറിയിലേക്ക് നിങ്ങൾ പോവാണ്ടിരിക്കുക. സെറ്റാണോ? ഒരൊറ്റ ഇൻസ്ട്രുമെന്റിനെ ചൂസ് ചെയ്യുക. ആൻഡ് ആ ഒരു ഇൻസ്ട്രുമെന്റിൽ തന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പയറി ഡേറ്റിനെ നിർബന്ധമായിട്ട് സ്കിപ്പ് ചെയ്യുക. എക്സ്പയറി ഡേറ്റിൽ ട്രേഡ് എടുക്കാണ്ടിരിക്കുക. സോ ഇത്രയും ദിവസം നിങ്ങൾ ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾ കോടീശ്വരനായിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ ഈ ഒരു വ്യാഴാഴ്ച മാത്രം അല്ലെങ്കിൽ ഒരു എക്സ്പയറി ഡേ മാത്രം ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾ കോടീശ്വരനാവുന്ന കാര്യം ആലോചിക്കാൻ നിൽക്കുന്നത്? നിങ്ങൾക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്തെടുക്കല്ലേ വേണ്ടത്? സോ എക്സ്പയറി ഡേറ്റ് മസ്റ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്ത് കളയുക. നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ്ടിരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഏറ്റവും കൂടുതൽ ലോസുകൾ ഉണ്ടാക്കുന്നത് എവിടെയാണ്? എക്സ്പയറി ഡേറ്റ് അന്നാണ്, അല്ലേ? അന്ന് ആ ഒരു മൊമെന്റത്തിന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് എക്സ്പയറി ഡേ എന്ന് പറയുന്നത് എഗെയിൻ ആൻഡ് എഗെയിൻ ഞാൻ പറയാണ്, അത് ഓപ്ഷൻ സെല്ലറുടെ മാത്രം ഏരിയയാണ്. വൺസ് നിങ്ങൾ പിന്നെ എന്താ പറയുക, എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സ്പയറി ഡേയിൽ ട്രേഡ് ചെയ്തോന്നേ, ആരും നിങ്ങളെ തടയുന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സൈക്കോളജി ഒന്ന് ബിൽഡായി വരുന്നത് വരെ മാത്രം നിങ്ങൾ ഇതിനകത്ത് നിന്ന് മാറി നിൽക്കുന്നതാണ്. സോ ഈ ഒരു കാര്യം കൂടി ചെയ്യുക. ആവറേജ് ചെയ്യാണ്ടിരിക്കുക. പെർ ഡേ ലോസിനെ ഫിക്സ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ പെർ ഡേ എത്ര ട്രേഡ് എടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവുക. അതിനനുസരിച്ച് നിങ്ങളുടെ എന്ത് ചെയ്യുക, പിന്നെ നമ്പർ ഓഫ് ട്രേഡിനെ നിങ്ങൾ ഫിക്സ് ചെയ്തിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ ഡെയിലി ലോസിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്തിട്ട് 2 ട്രേഡോ 3 ട്രേഡോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ആൻഡ് നിങ്ങളുടെ മിസ്റ്റേക്കുകളിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം. സോ മിസ്റ്റേക്ക് എന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം മിസ്റ്റേക്ക് എന്താണെന്ന് അറിയണം. മിസ്റ്റേക്ക് എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം എന്ത് വേണം? ആദ്യം പ്രോപ്പറായിട്ട് ഒരു ലെഡ്ജർ കീപ്പ് ചെയ്യണം. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ എന്ത് കൂടെ വേണം? എങ്ങനെയാണ് പ്രോപ്പറായിട്ട് സിസ്റ്റം സ്റ്റോപ്പ് ലോസ് വെക്കുക, ലോജിക്കൽ സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ള കൂടി മനസ്സിലാവണം. സോ ലോജിക്കൽ സ്റ്റോപ്പ് ലോസ് എങ്ങനെ വെക്കും എന്നുള്ള കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസിനെ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. നിങ്ങളൊന്ന് പോയി നോക്കിയാൽ മതി. ഒരു 3-4 മെത്തേഡ് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു ലോജിക്കൽ സ്റ്റോപ്പ് ലോസിനെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കുക. മാർക്കറ്റിനെ കുറിച്ച് മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഈഗോനെ നിങ്ങളൊന്ന് ഒഴിവാക്കി വെക്കുക. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഹ്യൂമൻ ബീയിങ് ആണ്. ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ ഇത്രയും എന്താ പറയുക, അതങ്ങനെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. തോൽക്കാൻ നമുക്ക് എല്ലാവർക്കും മടിയാണ്.
നമ്മളെല്ലാവരും ജയിച്ചവരുടെ കഥകൾ മാത്രമേ കേൾക്കാറുള്ളൂ അല്ലേ? ജയിച്ചവരെ കുറിച്ച് മാത്രമേ പിന്നെ പുകഴ്ത്തി പാടാറുള്ളൂ എല്ലാവരും. കാരണം നമുക്ക് തോൽവികളെ നമുക്ക് ഭയങ്കര മടിയാണ്. സോ ഈ തോൽവികൾ നമുക്ക് മടിയായിരിക്കുന്ന സമയത്തും ജയിച്ചവരുടെ കഥ ഇഷ്ടപ്പെടുന്ന സമയത്തും നമ്മൾ അറിയാത്തൊരു കാര്യമുണ്ട്. ഈ ജയിച്ചു നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ തോൽവിയിൽ നിന്ന് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തിയിട്ടാണ് ജയിച്ചിട്ടുള്ളത് എന്ന്. ഇപ്പൊ ഈ ഇരിക്കുന്ന ഞാനാണെങ്കിൽ പോലും എൻ്റെ ട്രേഡിംഗ് ജേർണി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇരിക്കുന്നത്. 5000 ക്വാണ്ടിറ്റിയിലും 2500 ക്വാണ്ടിറ്റിയിലും 1200 ക്വാണ്ടിറ്റിയാണ് ഒരൊറ്റ പ്രാവശ്യം പഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നത്. ആ ഒരു 1200 ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എൻ്റെ മിനിമം ട്രേഡ് പഞ്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഏറ്റവും മിനിമം 500 ക്വാണ്ടിറ്റിയിലാണ് പഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ 5000 വരെ പോയിട്ടുള്ള ആ ഒരു ആവറേജ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള ഞാൻ 25 ക്വാണ്ടിറ്റിയിൽ വന്നിട്ടാണ് പിന്നെ ട്രേഡിങ് സെറ്റാക്കി എടുക്കണേ. സോ എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കാനായിട്ട് ഞാൻ ശ്രമിക്കുക. ഞാനൊരു വലിയ കഴിവുള്ളവനാണ് എന്നുള്ള തോന്നല് ആദ്യം മനസ്സിന്ന് അങ്ങോട്ട് മാറ്റി വെക്കുക. നിങ്ങൾക്കൊന്നിനും കഴിയില്ല. നിങ്ങൾക്കൊരു കഴിവുമില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ അരമണിക്കൂർ നിങ്ങൾ കഥാപ്രസംഗം കേൾക്കാൻ നിൽക്കുവോ? ഇല്ല. നിങ്ങളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവരുടെ കഥാപ്രസംഗം ഒന്നും കേൾക്കാൻ നിൽക്കൂലല്ലേ? നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ കാര്യങ്ങളോ ഒന്നും കാണാൻ നിൽക്കൂല. നിങ്ങൾക്ക് അതല്ലാത്ത വേറെ പരിപാടികൾ ഉണ്ടാവും. സോ നിങ്ങളിത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നല്ലേ അർത്ഥം. സോ ആ മിസ്റ്റേക്കിനെ മനസ്സിലാക്കുക. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത്രയും സമയം നിങ്ങൾക്ക് വേസ്റ്റ് ആയി പോയിട്ടില്ല എന്ന് കൂടെ ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനിടയിലേക്ക് ഈ ഒരു വീഡിയോനെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം. ബൈ.